താഴമൺ തന്ത്രിക്ക് തന്ത്രം അറിയില്ല എന്ന് തന്ത്രി തന്നെ സമ്മതിക്കുന്നത് നേരിട്ട് കേട്ട ആളാണ് അങ്ങ്. ഇത് സത്യമാണോ? തീർച്ചയായും ഞാൻ അത്തരം ഒരു അപൂർവമായ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. 2006 അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഭരിച്ചിരുന്ന ബോർഡ് പ്രസിഡന്റും അംഗങ്ങളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ വരികയുണ്ട്. കേരള ഹൈക്കോടതി അത് പരിഗണിച്ചുകൊണ്ട് അന്ന് ഇത് പരിശോധിക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചു. സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ജസ്റ്റിസ് KS പരിപൂർണൻ ചെയർമാനും ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് BM തുളസീദാസ് അംഗവും അന്ന് CBIയുടെ ഡയറക്ടറായിരുന്ന ശ്രീമാൻ D കാർത്തികേയൻ അവർ അംഗവും. അങ്ങനെ ആ 3 പേരടങ്ങുന്ന ഒരു സമിതി കേരള ഹൈക്കോടതിയുടെ ഓൾഡ് പോർഷനിൽ, അല്ലെങ്കിൽ പഴയ കോടതി സമുച്ചയത്തിൽ ഓഫീസ് അറേഞ്ച് ചെയ്യുകയും അവിടെ അദ്ദേഹത്തെ സഹായിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എന്നെയാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അന്ന് ഏതാണ്ട് 400ഓളം ദേവസ്വം ബോർഡ് ഫയലുകൾ അവിടെ പരിശോധിക്കപ്പെട്ടു. തന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കപ്പെട്ടു. അപ്പോൾ അന്ന് ആ സാക്ഷിക്കൂട്ടിൽ ഈ ചെയർമാൻ, ഈ കോടതിയുടെ അന്ന് കോടതി കൂടുന്ന അതേ സംവിധാനത്തിലാണ് ആ മുറികളിൽ ഓരോ ദിവസവും ഹിയറിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ തന്ത്രി ഇങ്ങനെ കൂട്ടി നിൽക്കുന്നു. അപ്പോൾ ആദരണീയ ശ്രീ പരിപൂർൺ സ്വാമി അവർകൾ തന്ത്രിയോട് ചോദിക്കും, അദ്ദേഹം ശബരിമല തന്ത്രിയല്ലേ? അതെ. ഗണപതി ഹോമം കഴിക്കാറുണ്ടോ? കഴിക്കും. ആ മന്ത്രം ഒന്ന് പറയാമോ? എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞു ശരിയായില്ല. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ ചോദിച്ചു, ഗണപതി ഹോമം കഴിഞ്ഞിട്ട് സൂക്തം ജപിക്കാറുണ്ടോ? പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, സംവാദ സൂക്തം എന്നിങ്ങനെ സൂക്തം ജപിക്കാറുണ്ട്. എന്നാ ഒന്ന് ചൊല്ലൂ. അറിഞ്ഞൂടാ. ഇത് ഞാൻ സാക്ഷ്യം വഹിക്കുക. എന്നാൽ അദ്ദേഹം 2-3 കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ അദ്ദേഹം ജസ്റ്റിസ് BM തുളസീദാസ് അദ്ദേഹത്തിന് തിരിഞ്ഞ് പറഞ്ഞു, ദാസേ ഇതൊന്ന് പറഞ്ഞോളൂ, ഞാനിപ്പോ എന്ത് ചെയ്യാല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വാമി എനിക്കിത് ചങ്കും മകത്തങ്ങയെ അറിയത്തില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് സാധ്യമല്ല, സ്വാമി തന്നെ ഇതൊക്കെ പഠിപ്പിക്കണം. അതോടുകൂടി സ്വാമി ഇത് നിർത്തുകയും ചെയ്തു. അപ്പൊ അന്ന് ഈ കണ്ടര് ഈ ശബരിമല 3 തന്ത്രിമാരാണ് ഇവരുടെ പാരമ്പര്യ വഴിക്കുണ്ടായി. ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഹൈന്ദവ ദർശനം അനുസരിച്ച് ചീഫ് പ്രീസ്റ്റ് ആണ്. ചീഫ് പ്രീസ്റ്റ് നമ്മളൊന്നും പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഈ സ്പിരിച്വൽ എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരാണ് ഈ വിഗ്രഹങ്ങളിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെ 8-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ശങ്കരാചാര്യരുടെ കാലത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിഗ്രഹ ആരാധന സംവിധാനം സർവവ്യാപകമായി വന്നത്. അപ്പൊ അദ്ദേഹം അന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്, അതുവരെ ഉണ്ടായിരുന്ന ദ്രാവിഡ സങ്കല്പങ്ങളും ഈ മലകള്, ശിലകള്, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ ഇടിമിന്നല്, പ്രകൃതിക്ഷോഭങ്ങള്, ഇതിനെയൊക്കെയാണ് നമ്മൾ ആരാധിച്ചിരുന്നത്. അപ്പൊ അതിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്ത ദേവീ ദേവന്മാരെ വിഗ്രഹങ്ങളിൽ, അതിൽ രൂപങ്ങളിൽ പ്രതിഷ്ഠിച്ച് നമുക്ക് ആരാധിക്കാൻ പറ്റും എന്ന് നിർദ്ദേശിക്കുകയും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ശങ്കരാചാര്യർ. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ കാണുന്ന ഈ വിഗ്രഹങ്ങൾ, നമ്മുടെ ഈ ത്രിമൂർത്തി സങ്കല്പങ്ങളെല്ലാം നമ്മുടെ ഭാരതത്തിലാകമാനം വന്നത്. അപ്പൊ അതില് ഈ ദേവന്റെ ശക്തി, അത് ഒരു പറഞ്ഞാല് ദ ഇൻഫ്യൂഷൻ ഓഫ് കോസ്മിക് എനർജി ഇൻടു ആൻ ഐഡൽ, അതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മുടെ പ്രാണൻ, ഈ പ്രകൃതിയിലെ പ്രാണൻ, ജീവൻ, അതിനെ ഈ വിഗ്രഹങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുക. അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. ശങ്കരാചാര്യർ തന്നെ അദ്ദേഹം ഇതിനെ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. സർവപ്രപഞ്ച സാര സംഹിതകൾ, തന്ത്രശാസ്ത്രങ്ങളുണ്ട്.
മന്ത്രമഹാർണവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇത് പഠിച്ച ഈ വിഗ്രഹങ്ങളിൽ ഈ പ്രാണനെ ആവാഹിച്ച് ദേവചൈതന്യം വരുത്തി ആരാധിക്കുന്ന അനുഷ്ഠാനത്തിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെ ഐശ്വര്യം ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്നതാണ് ഈ ദേവാലയ സങ്കല്പങ്ങളെല്ലാം തന്നെ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ തന്ത്രിയുടെ പൊസിഷൻ. ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നു. അത് അക്കാലത്ത് രാജാക്കന്മാരും കരപ്രമാണിമാരും സമുദായ ആചാര്യന്മാരും ഒക്കെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ഒരു തന്ത്രി ആവശ്യം. അങ്ങനെ കേരളത്തിൽ ആകമാനം ഇത് വന്നപ്പോൾ 4 തരം ആളുകളെയാണ്. അന്ന് ഈ നമ്മള് മലയാള ബ്രാഹ്മിൻസ്, അതുപോലെ തന്നെ അയ്യങ്കാരന്മാർ, തമിഴ് ബ്രാഹ്മിൻസ്, നമ്പ്യാൻസ്, ഇങ്ങനെ 4 കാറ്റഗറിയാണ് നമ്മൾ തന്ത്ര ജോലിക്ക്, തന്ത്രശാസ്ത്രത്തില് നമ്മൾ നിയോഗിക്കപ്പെട്ട ക്ഷേത്രം സ്ഥാപിക്കുന്ന ക്ഷേത്ര അധികാരികൾ. ക്ഷേത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു തന്ത്രിയെ കൊണ്ടുവന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ആ തന്ത്രി പ്രതിഷ്ഠിച്ച പ്രാണപ്രതിഷ്ഠയ്ക്ക് ആ പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ നേദ്യം, പൂജകൾ ഇതെല്ലാം അപ്പോൾ നിശ്ചയിക്കപ്പെടുകയും അത് തുടരുകയും ചെയ്യണം. ആ ജോലിയാണ് തന്ത്രി അനുഷ്ഠിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള സർവമന്ത്രങ്ങളും തന്ത്രസമുച്ചയമായാലും അത് ഒരുപാട് മലയാളത്തിൽ തന്ത്രസമുച്ചയം സംസ്കൃതത്തിലാണ്, അത് ചെന്ന തിരുമേനി എഴുതിയതാണ്. അത് കുഴിക്കാട്ട് പച്ച എന്ന് പറഞ്ഞ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുടയൂർ ഭാഷ എന്ന് പറയുന്ന പുസ്തകം വന്നിട്ടുണ്ട്. സവരിവാര പൂജകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ശങ്കരാചാര്യരുടെ ഈ പ്രപഞ്ചസാര തന്ത്രക്രിയകളിൽ പെടുന്നതാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെയുള്ള അടിസ്ഥാനപരമായ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഈടുറ്റ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഭാരതത്തിന്റെ ഈ വൈദിക പരമ്പരയ്ക്ക് ലഭ്യമാണ്. അത് പഠിച്ചവരെയാണ് നമ്മൾ തന്ത്രിമാരായി നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ തന്ത്രിമാരെ, അങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഓരോ ക്ഷേത്രങ്ങളിലേക്കും ഓരോ താന്ത്രികാവകാശം ഒരു കുടുംബത്തിലേക്ക് വന്നത്. ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ഈ തന്ത്ര പാരമ്പര്യമായി അനുഷ്ഠിച്ചു കൊള്ളണമെന്ന് വയ്ക്കുകയും അവർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുകയും കരമൊഴിവായി സ്ഥാപന സ്വത്തുകൾ നൽകുകയും ഒക്കെ ചെയ്ത പാരമ്പര്യം അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് താഴമൺ യഥാർത്ഥത്തിൽ ഈ ശബരിമല ടെമ്പിള് പന്തളം ഡൈനാസ്റ്റിയുടേതായിരുന്നു. അത് ഒരു പൂർവ്വകാലത്ത് ഈ ടിപ്പുവിൻ്റെ ഇൻവേഷൻ കാലത്ത് പന്തളം ഡൈനാസ്റ്റിക്ക് ഒരുപാട് യുദ്ധക്കടം ഉണ്ടാവുകയും ആ യുദ്ധക്കടം തിരുവിതാംകൂർ വഴിയാണ് അത് വാങ്ങിച്ചത്. തിരുവിതാംകൂർ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് കടം വാങ്ങിച്ചത്. അപ്പൊ ആ പണം തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാതെ ചെങ്ങന്നൂർ മണ്ഡപത്തിൻ വാതുക്കലും ഉള്ള ക്ഷേത്രങ്ങളും ആ ഫർക്ക മുഴുവൻ തിരുവിതാംകൂറിന് നൽകുകയാണ് പന്തളത്ത് നിന്ന് ചെയ്തത്. നൽകിയപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ഈ അയ്യപ്പ ക്ഷേത്രം സംബന്ധിച്ചുള്ള ചില ആനുകൂല്യങ്ങൾ, ചില പാരമ്പര്യ അവകാശങ്ങളും പന്തളം ഡൈനാസ്റ്റിക്ക് നൽകി. അതാണ് ഇന്നും തുടർന്നു വരുന്നത്. അപ്പോഴാണ് ഈ താഴമൺ മഠത്തിന് തന്ത്ര അവകാശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ലയിച്ചതിന് ശേഷമാണ് താഴമൺ കുടുംബത്തിന് താന്ത്രികാവകാശം പാരമ്പര്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പിതൃസ്ഥാനീയൻ എന്ന് പറയുന്നത്. അതെ, അത് ഇതിന്റെ ബേസിലാണല്ലേ? പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ പ്രാണം പ്രതിഷ്ഠിച്ചു, പ്രാണം നൽകി ഒരു കുട്ടിക്ക്. അതെ, നമ്മുടെ യോഗശാസ്ത്രം അനുസരിച്ച് ബീജസങ്കലനമാണ് ഒരു കുട്ടിയുടെ ജനനം. അതെ, അതില് നമ്മുടെ പഞ്ചപ്രാണനിലെ ഒരു ഉപപ്രാണനാണ് അത് നിർവഹിക്കുന്നത്. ആ പ്രാണൻ പ്രവേശിപ്പിക്കുന്നത് പിതൃലിംഗത്തിലൂടെയാണ്. അതാണ് പിതൃത്വം സംഭവിക്കുന്നത്. പൂവിലെ പോലെ പൂവിൽ കേസരത്തിൽ ഇങ്ങനെ അതിലെ സംയോജനം നടക്കുന്നതിൽ അത് സ്ത്രീത്വത്തിൽ വരുന്നു. അതുകൊണ്ടാണ് സ്ത്രീ സങ്കല്പം ഉണ്ടാകും, അമ്മ സങ്കല്പം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് പിതൃസങ്കല്പം എന്ന് പറയാനുള്ള കാരണം. ഈ ദേവസ്വം മാനുവൽ നിലവിലുണ്ടല്ലോ, അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ. അത് കൃത്യമായി ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ, അതോ എവിടെയെങ്കിലും ഇതിനകത്ത് വെള്ളച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ? സാർ ഒന്ന് വിശദീകരിക്കാമോ അതിനെക്കുറിച്ച്? ഈ ദേവസ്വം മാനുവൽ എന്ന് പറയുന്നത്
ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനം, ഭരണ നിർവഹണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചട്ടങ്ങളാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ തൊട്ടു മുമ്പ് ഒരു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ തിരുവിതാംകൂറിലെ രാജ ഭരണത്തിൽ ഈ ക്ഷേത്രങ്ങളെ ഏകീകരിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റായി ഭരിക്കാൻ തുടങ്ങിയത് 1811 മുതലാണ്. ഏതാണ്ട് 400 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്നു മുതലേ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭരണത്തോടൊപ്പം ക്ഷേത്രം ഒരു ഡിപ്പാർട്ട്മെന്റായിരുന്നു. റവന്യൂവിലായിരുന്നു, പിന്നീട് ദേവസ്വമായിരുന്നു, എങ്ങനെ ഇനിയാവും. ആദ്യം റവന്യൂ ദേവസ്വം ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു തിരുവിതാംകൂർ രാജഭരണത്തിന് കീഴിൽ. പിന്നീട് 1922 രണ്ടായി. എങ്കിലും രണ്ട് ഡിപ്പാർട്ട്മെന്റും തിരുവിതാംകൂർ സർക്കാരിന്റെ കീഴിലായിരുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ യൂണിയനിൽ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്നും കേന്ദ്ര പ്രതിനിധി ശ്രീ VP മേനോൻ കേരളത്തിൽ വന്ന് കേരളത്തിലെ രാജാക്കന്മാരുമായിട്ട് സംസ്ഥാന രൂപീകരണം ചർച്ച ചെയ്ത കാലത്താണ് ആദ്യമായി കേരള സംസ്ഥാനം അന്നില്ല. അപ്പം കേരളത്തിന്റെ സംസ്ഥാന രൂപീകരണത്തിന്റെ ഒരു പ്രാഗ്ഭാവം അതാണ് ട്രാവൻകൂർ കൊച്ചി കവനേറ്റിംഗ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് തിരുവിതാംകൂർ കൊച്ചി രണ്ട് പ്രബല രാജാക്കന്മാരോട് ചേർത്ത് തിരുക്കൊച്ചി എന്ന് പറഞ്ഞ ഒരു കവനേറ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാക്കി. ആ കവനേറ്റിംഗ് സ്റ്റേറ്റിന്റെ നിയമത്തിൽ ഈ ദേവസ്വം നിയമങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ കവനേറ്റിംഗ് സ്റ്റേറ്റിന്റെ ആദ്യത്തെ രാജ അധികാരി തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന് 18 ലക്ഷം രൂപ പ്രിവി പേഴ്സ് അനുവദിച്ചിരുന്നു. കൊച്ചി മഹാരാജാവിന് 2,35,000 രാജ്യം ഭരിക്കുന്നത്. അത് അവര് 1949 ജൂലൈ മുതൽ ഭരണത്തിലെത്തും. ജൂലൈ മാസത്തിലാണ് കവനന്റ് ഒപ്പുവെച്ച് തിരുവിതാംകൂർ മഹാരാജാവ് രാജപ്രമുഖനായി തിരുക്കൊച്ചി രാജ്യം രൂപപ്പെടുകയും ചെയ്തത്. അന്ന് തിരുക്കൊച്ചിയില് ഈ പ്രജാസഭയുണ്ടാക്കി. അത് കൊച്ചിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ തിരുക്കൊച്ചി പ്രജാസഭ 1950 ഈ ഹിന്ദു ധർമ്മസ്ഥാപനത്തിന് നിയമത്തിന് വേണ്ടി ഒരു ആക്ട് ഉണ്ടാക്കി. അത് പറവൂർ TK നാരായണനുള്ള തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്ന് പട്ടം ആദ്യം പ്രധാനമന്ത്രി എന്ന സംജ്ഞയായിരുന്നു, പിന്നീട് അത് മുഖ്യമന്ത്രിയായി. AJ ജോണൊക്കെ മുഖ്യമന്ത്രിയായിട്ടായിരുന്നു. ആ കാലത്താണ് ഇതിൻ്റെ ഈ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, കേരളം അവിടുത്തെ ഈ ഹിന്ദു ധർമ്മ സ്ഥാപനത്തിന്റെ ഭരണം സംബന്ധിച്ച് HRI ആക്ട്, ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 പാസ്സാക്കുന്നു. ആ ആക്ട് അനുസരിച്ച് അന്ന് ബോർഡിനെ നിയമിച്ചു. ആദ്യം ആക്ട് വരുന്നതിന് മുമ്പിട്ടേ തിരുവിതാംകൂർ മഹാരാജാവും മന്നത്ത് പത്മനാഭന്റെ ബോർഡിനെ നിയോഗിച്ചു. അത് കഴിഞ്ഞ് 1950 മുതൽ PGN ഉണ്ണിത്താൻ നേതൃത്വത്തിൽ 4 വർഷത്തേക്ക് ബോർഡ് ഭരണം വന്നു. അതില് അവർക്കൊരു റൈറ്റും പ്രിവിലേജും കൊടുത്തിരുന്നു. ഈ ധർമ്മസ്ഥാപനത്തിന്റെ നിലവിലും വർത്തമാനകാലത്തും ഭാവിയിലും മുമ്പും ഉണ്ടാകാനിടയുള്ള കാര്യങ്ങളും ഭരണകാര്യങ്ങളെ ഏകീകരിച്ച് കർശനമായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കുക. അങ്ങനെ ആ ആദ്യകാല ബോർഡ് 1950 ശേഷം പല ഘട്ടങ്ങളിലായി നിയമനിർമ്മാണം നടത്തുകയും ഈ ക്ഷേത്രഭരണം സംബന്ധിച്ച് ദേവസ്വം മാനുവൽ 2 വോളിയമായി ചട്ടങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. ആ ചട്ടങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ഈ ചട്ടങ്ങൾ സ്റ്റാറ്റ്യൂട്ടുകളാണ്. 2 ഗസറ്റ് പരസ്യം ചെയ്ത് സ്റ്റാറ്റ്യൂട്ടുകളാണ്. പക്ഷേ ഇത് ആദ്യകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിൽ പിൽക്കാലത്ത് വരുന്ന ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ഈ കവനന്റും ആക്റ്റും ഒക്കെ അതിൻ്റെ വഴി പോയി, ഇതെല്ലാം ഇതിൻ്റെ വഴി പോയി. പക്ഷെ ഇതിനെയെല്ലാം നിയന്ത്രിക്കാനുള്ള സംവിധാനം അക്കാലത്തേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അക്കാലത്ത് ഹിന്ദുജനങ്ങളോ ക്ഷേത്ര താല്പര്യമുള്ളവരോ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ഇത് നമ്മുടെ ഹിന്ദു സമൂഹം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം.